അത്തിപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. മുഴുത്ത പഴങ്ങളാണ്. ഹായ്, ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇത്തവണ എന്തായാലും ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് നമ്മുടെ എല്ലാ പ്ലാന്റുകളിലും നിറയെ ഫ്ലവറുകളാണ്. മാവ്, റംബൂട്ടാൻ, പുലാസാൻ, 5 വർഷം കഴിഞ്ഞ മംഗോസ്റ്റിൻ്റെ പ്ലാന്റാണ്. ഇപ്പോൾ നിറയെ ഇതിൽ ആദ്യമായിട്ട് പൂമൊട്ടുകൾ ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം 10-20 മുകളിൽ ഈ ഭാഗത്ത് നിറയെ പൂമൊട്ടുകളാണ്. ഡിസംബർ അവസാനം ജനുവരി സമയങ്ങളിലൊക്കെ കുറച്ച് മഴയുണ്ടായപ്പോൾ ചെറിയൊരു ആശങ്കയായിരുന്നു. അല്ല, അതിനുശേഷം പിന്നീട് കാര്യമായ മഴയൊന്നും ഉണ്ടായില്ല. നല്ല തണുപ്പൊക്കെ വന്നുകൊണ്ടായിരിക്കാം എന്തായാലും ലോങ്ങൻ ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ പ്ലാന്റുകളൊക്കെ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. എൻ്റെ റംബൂട്ടാൻ ഒക്കെ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ചൈനീസ് സീറ്റ് ബുഷ് ഓറഞ്ചാണ്. മാൻഡ്രിൻ എന്നും പറയപ്പെടുന്നല്ലോ. ഇപ്രാവശ്യം ഇത് ഒരു 2 മാസം മുമ്പ് ഫ്ലവർ ചെയ്തിരുന്നു. അപ്പോൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെയിൽ ഫ്ലവർ ആയിരുന്നു കൂടുതലുണ്ടായത്. അതായത് വെറുതെ ഇങ്ങനെ പൂ പോലെ വന്നിട്ട് അതിൽ ഓറഞ്ച് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണെന്നിങ്ങനെ ഒരു ചെറിയൊരു പ്രയാസം എനിക്കുണ്ടായി. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ എന്തായാലും ഇത് ശരിക്കും നനച്ചു കൊടുത്തു. എന്തായാലും ഈ തണുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാം ഫീമെയിൽ പെൺ പൂക്കളാണ്. നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ചെറുതായിട്ട് ഓറഞ്ച് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റുകളൊക്കെ നിറയെ ഫ്ലവറുകൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ സംരക്ഷിക്കേണ്ടതായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ട് കൊഴിച്ചിൽ സംഭവിക്കാം. കായകൾക്ക് വലിപ്പക്കുറവുണ്ടാകാം. അതുപോലെ കായകൾ വിണ്ട് കീറുന്ന സാഹചര്യം ഉണ്ടാകാം. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാനിപ്പോൾ മൈക്രോ ന്യൂട്രിയൻ പ്ലാന്റുകൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. SOP സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അതുപോലെ മിറാക്കുലിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടി ഒരു റിസൾട്ട് ആയിരിക്കാം. 5 വർഷം കഴിഞ്ഞ മംഗോസ്റ്റിനൊക്കെ നേരത്തെ ഫ്ലവർ ചെയ്തത്. ഫ്ലവറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റുകൾക്ക് നല്ല നന കൊടുക്കണം. അതോടൊപ്പം നല്ല രീതിയിൽ ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസും കൊടുക്കണം. ചോട്ടിലും നല്ല രീതിയിൽ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ നല്ല വളങ്ങളൊക്കെ കൊടുക്കുന്നത് എപ്പോഴും മികച്ച വിളവിന് കാവൊഴിച്ചൽ ഒഴിവാക്കാനും കായ്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാകാൻ ഇടയായിത്തീരും.
ഇതിപ്പോൾ ഞാൻ ഫെർമോൺസിൻ്റെ ഒരു ബൂസ്റ്റർ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇതിൽ സിങ്ക്, കോപ്പർ, മാംഗനീസ്, അതുപോലെ അയൺ, ബോറോൺ, മോളിബെഡനം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് ഈ കൊഴിച്ചിലൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ മംഗോസ്റ്റിനൊക്കെ നല്ല നന വേണം. ഫംഗസിൻ്റെ ആക്രമണം കൊണ്ട് കൊഴിച്ചിൽ സംഭവിക്കാം. പൂക്കളും അതുപോലെ കായകളൊക്കെ കൊഴിയാൻ സാധ്യതയുണ്ട്. നമുക്ക് 2 ഫംഗിസൈഡ് ഉപയോഗിക്കാം. ഇത് ജിയോ ലൈഫിൻ്റെ റിക്കവർ ന്യൂട്രി എന്നുള്ളൊരു ഫംഗിസൈഡാണ്. കൂടാതെ നമുക്ക് സൾഫർ ഫംഗിസൈഡ് ഉപയോഗിക്കാം. കൂട്ടത്തിൽ അപ്സൈറ്റും കൂടെ, ഇതൊരു അഡ്ജൻ്റാണ്. ഇതും അപ്സൈറ്റും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് നമുക്ക് ഇലകളുടെ അടിയിലും മുകളിലുമായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യത്തെ തവണ ഫ്ലവർ ചെയ്തതാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കിട്ടിയ ചില പഴങ്ങളിലൊന്നാണ് ഈ ഗ്രീൻ ചാമ്പ. അടിപൊളി മധുരമാണ്. നല്ല കരിമ്പിൻ്റെ മധുരവും നല്ല ഫ്ലേവറുമുള്ള ഒരു അടിപൊളി ചാമ്പയ്ക്കയാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ മധുരം ഗ്രീൻ ചാമ്പ. മുഴുത്ത പഴങ്ങളാണ്. അതുപോലെ ഇന്ന് മരമുന്തിരി റെഡ് ഹൈബ്രിഡ് പൊട്ടിച്ചെടുത്തു. നല്ല മുഴുത്ത ഫ്രൂട്ടാണ്. ടേസ്റ്റ് നോക്കാം. നല്ല തേൻ മധുരം, നല്ല അടിപൊളി മധുരമാണ്. നന്നായിട്ട് പഴുത്തോണ്ടാണ്, നല്ല ജ്യൂസിയാണ്. അല്പം വലിപ്പമുള്ള സീഡ് ആണ് ഇതിനുള്ളത്. പക്ഷേ നന്നായിട്ട് പഴുത്തപ്പോൾ നല്ല മധുരമുണ്ട്. നമ്മുടെ മുന്തിരിങ്ങയുടെ ഒരു പ്രതീതിയുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് ഡേയ്സിൻ്റെ മരമുന്തിരി കഴിച്ചു. അത് ഡീകാബിനോ എന്നുള്ള ഒരു സബാറ ഇനമാണ്. ചിലതിന് സീഡില്ല. സീഡ് ഉണ്ടെങ്കിൽ തന്നെ വലിപ്പക്കുറവാണ്. നല്ല ടേസ്റ്റ് മധുരമായിരുന്നു. എന്തായാലും ഇത് നന്നായിട്ട് പഴുത്തപ്പോൾ ഇത് മോശമൊന്നുമല്ല. ഇത് റെഡ് ഹൈബ്രിഡ് എന്നുള്ള ഇനമാണ്. പ്രക്കോഷി എന്ന് പറയും. പ്രക്കോഷി എന്നുള്ള ഇനം ജബോട്ടിക്ക പോയ ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പ്രക്കോഷി ജബോട്ടിക്ക പ്രക്കോഷി. അപ്പോൾ നമുക്ക് പ്രക്കോഷി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരം. എനിക്ക് തോന്നുന്നത് റെഡ് ഹൈബ്രിഡിനേക്കാളും കുറച്ചുകൂടെ മധുരം കൂടുതൽ. അതുപോലെ ഫ്രഷും കൂടുതൽ ഈ പ്രക്കോഷി തന്നെയാണ്. നന്നായിട്ട് ഫ്രഷ് ഉണ്ട്, അതുപോലെ നല്ല മധുരമുണ്ട്. അപ്പോൾ മരമുന്തിരി റെഡ് ഹൈബ്രിഡിനേക്കാളും കുറച്ചുകൂടെ മധുരക്കൂടുതൽ എനിക്ക് തോന്നിയത് പ്രക്കോഷിയാണ്. എനിക്ക് ഈ മൾബറിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഒരു 6ഓളം വെറൈറ്റി മൾബറി ഞാനിവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ടുണ്ടായതാണിത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇനമാണ്. ഇന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി മധുരം. ഇത് സീഡ് ലൂബിയാണ്. നന്നായിട്ട് പഴുത്ത് നല്ല ബ്ലാക്ക് കളർ ആകുമ്പോഴാണ് ഇതിന് നല്ലൊരു മധുരം കിട്ടുന്നത്. അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നല്ല ബ്ലാക്ക് കളറായ സീഡ് ലൂബിയും കൂടെ ഒന്ന് കഴിക്കുകയാണ്. നല്ല മധുരമുണ്ട്. നല്ല പ്ലം കഴിക്കുന്ന ടേസ്റ്റ്. ഇപ്പോൾ കഴിച്ചാൽ ഇന്ന് രാവിലെ കഴിച്ചാൽ ഏറ്റവും സൂപ്പർ ടേസ്റ്റും അതുപോലെ അതിനൊത്ത മധുരമുള്ള ഒന്നാണ് സീഡ് ലൂബി. അത്തിപ്പഴത്തിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല ഫ്രഷായ അത്തിപ്പഴം. അത്തിപ്പഴം ഞാൻ കഴിക്കുക. നല്ല മധുരമുണ്ട്. കഴിക്കാനൊരു പ്രത്യേക ഫീലാണ്. ഓരോ ഫ്രൂട്ടുകൾക്കും അതിൻ്റേതായിട്ടുള്ള രുചിയുണ്ട്, ഗുണമുണ്ട്. ഒരു ഫ്രൂട്ടും മോശമുള്ള ഫ്രൂട്ടല്ല. എന്തെങ്കിലും വ്യത്യസ്തതകൾ എല്ലാ ഫ്രൂട്ടിലും ഉണ്ട്. എന്നാൽ കഴിച്ചതിൽ എനിക്ക് പ്രത്യേക ഇഷ്ടം, അതായത് താല്പര്യം തോന്നിയത് വെറൈറ്റി സീഡ് ലൂബിയാണ്. ഒരു പ്ലമ്മിൻ്റെ ടേസ്റ്റ്, മധുരം, കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഷുഗർക്യാൻ, ചാമ്പ നല്ല മധുരമുണ്ട്. മരമുന്തിരി, പ്രക്കോഷി, അതുപോലെ അത്തിപ്പഴം ഇതിനും മധുരമുണ്ട്, പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ട്.
മൈക്രോ ന്യൂട്രിയൻസ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചോട്ടിലും നല്ല വളങ്ങൾ കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റുകൾ ഏറ്റവും നല്ലതാണ്. മണ്ണിൻ്റെ കമ്പോസ്റ്റ്, അടുക്കള മാലിന്യത്തിൻ്റെ കമ്പോസ്റ്റ്, അങ്ങനെയുള്ള കമ്പോസ്റ്റുകൾ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോഴിക്കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റാണ്. നല്ല കമ്പോസ്റ്റാണ് കേട്ടോ, നന്നായിട്ട് പൊടിഞ്ഞ് കമ്പോസ്റ്റായ വളമാണ്. ഫോസ്ഫറസും പൊട്ടാഷ്യവും കൂടുതലുണ്ട്. കൂടാതെ മൈക്രോ ന്യൂട്രിയൻസ് ഇന്ന് വേണ്ട പ്ലാന്റുകൾക്ക് ആവശ്യമുള്ളത് ഈ കോഴിവളത്തിലാണ് ഏറ്റവും നന്നായിട്ട് ഇങ്ങനെയുള്ള മൂലകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത്. മറ്റ് വളങ്ങളെല്ലാം അപേക്ഷിച്ച് കോഴിവളം തന്നെയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ കോഴിയുടെ കാഷ്ടമാണ്. ഇത് എൻ്റെ ഒരു അമ്മയുടെ എഫേർട്ട് കൂടിയാണ് കോഴി വളർത്തുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കോഴിക്കാഷ്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് മറ്റു മാലിന്യങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് വളം. ഇത് ഞങ്ങൾ കമ്പോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ലോഷനൊക്കെ ഒഴിച്ച് അങ്ങനെ നല്ല പൊടിഞ്ഞ് ഇതുണ്ടല്ലേ കമ്പോസ്റ്റായിരിക്കുക. കമ്പോസ്റ്റിന് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. കാരണം ഇത് കോഴിവളമാണ്, കോഴിക്കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റാണ്. നന്നായിട്ട് പൊടിഞ്ഞതായതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ കമ്പോസ്റ്റ് ആകാതെ ഒരിക്കലും കോഴിക്കാഷ്ടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ചൂടുകാലത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ അല്പം പ്യൂറായിട്ടുള്ള എല്ലുപൊടിയാണ്. ഇത് ഞങ്ങളുടെ ഇവിടെ മീറ്റ് ഫാക്ടറി ഓഫ് ഇന്ത്യയുടെ അവരുടെ ഔട്ട്ലെറ്റിൽ പോയി വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റിയുള്ള എല്ലുപൊടിയാണ്. അപ്പോൾ ഇതും ഒരു ചട്ടിയോളം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ ഇത് അപ്റ്റക്കിൻ്റെ വേപ്പിൻകുരു പൊടിച്ചതാണ്. നല്ല ക്വാളിറ്റിയുള്ള വേപ്പിൻകുരു പൊടിച്ചതാണ്. ഇതൊരല്പം ഇതും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ പ്ലാന്റുകൾക്കൊക്കെ കൊടുക്കുകയാണ്. റംബൂട്ടാൻ കൊടുക്കുന്നുണ്ട്, പുലാസാന, ലോങ്ങന്, ഫ്ലവർ ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും ഈ ഒരു മിശ്രിതം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് മംഗോസ്റ്റിനൊക്കെ തണുപ്പ് ആവശ്യമുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കൊടുത്തിട്ട് തോട്ടിൽ നല്ല നന കൊടുക്കാൻ പോവുകയാണ്. ഇതൊരു 5 വർഷമായിട്ടുള്ള പ്ലാന്റാണ്. നിറയെ അത്യാവശ്യം നന്നായിട്ട് ഒരു 10-15ഓളം പൂക്കൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പുതിയ മുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല കാപിടുത്തത്തിനും അതുപോലെ പൂക്കൾ കൊഴിയാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ കമ്പോസ്റ്റ് കൊടുക്കുക, നനച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് നന കൊടുക്കണം. മംഗോസ്റ്റിന് നല്ല നന ആവശ്യമുള്ള പ്ലാന്റാണ്. നന്നായിട്ട് പൊത കൊടുക്കണം. നമ്മളിത് മൂടിയതിന് ശേഷം പൊതയൊക്കെ ഇട്ട് കൊടുക്കും. വളം കൊടുത്തതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ ഹ്യൂമിക് ആസിഡ്, ഫെൽവിക് ആസിഡ്, പ്രോട്ടീൻ അടങ്ങിയ ഒരു മിശ്രിതമാണിത്. അപ്പോൾ ഇതൊരു 2-3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇനി ഒരു 15 ദിവസത്തിന് ശേഷം നമ്മൾ ഈ ചോട്ട് വീണ്ടും കൊടുക്കും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വളം പെട്ടെന്ന് വലിച്ചെടുക്കാൻ പ്ലാന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. വേരുകൾക്ക് നല്ല കരുത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൂടലിന് ശേഷം പ്ലാന്റുകൾക്ക് ഈ രീതിയിലുള്ള വളങ്ങൾ കൊടുത്താൽ അത് പ്ലാന്റിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ്. നല്ല രീതിയിൽ കാപിടുത്തത്തിനും നല്ല കായ്ക്ക് നല്ല വലിപ്പം കിട്ടാനൊക്കെ ഇടയായിത്തീരും.